റയോപ്റ്റിക്സിലെ 9th പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന അല്ലെങ്കിൽ TIR എന്ന ചുരുക്കപ്പേരിൽ നമ്മൾ വിളിക്കുന്ന ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയാനുള്ള കാരണം റിഫ്രാക്ഷൻ്റെ തുടക്കത്തിൽ നമ്മൾ കുറച്ച് മാജിക്കുകൾ കണ്ടിരുന്നായിരുന്നു അല്ലേ. അതിനകത്ത് നമ്മൾ ചെയ്ത ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഈ ഒരു ബീക്കറിൻ്റെ അടിയിൽ ഈ കോയിന് വെച്ച് വെള്ളം ഒഴിച്ചപ്പോൾ ഇതാ നോക്കൂ, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വാട്ടർ ഒഴിച്ചപ്പോൾ ആ കോയിൻ ഡിസപ്പിയർ ആയി. എന്തായിരുന്നു ഇതിൻ്റെ കാരണം എന്നറിയാമോ? ഇതന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ഡെഫിനിഷൻ എഴുതിക്കോളൂ. When light rays travel from a denser medium to a rarer medium at an angle greater than critical angle, all the light rays will reflect back to the same denser medium is called total internal reflection അല്ലെങ്കിൽ TIR. അപ്പോൾ ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങളൊരു റിയൽ സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഒരു ചോദ്യം, എന്താണ് ഈ ക്രിട്ടിക്കൽ ആംഗിൾ? എന്തിനാണ് അത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ എന്നിവിടെ എഴുതിയിരിക്കുന്നത്? അതേപോലെ ശ്രദ്ധിക്കൂ, ഇവിടെ ഗ്രീൻ കളറിൽ ഞാൻ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ഡെൻസർ മീഡിയം, റെയറർ മീഡിയം അല്ലേ. എന്ന് വെച്ചാൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഡെൻസറിൽ നിന്നും റെയറർ മീഡിയത്തിലേക്കാവുമ്പോഴാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്. അതുപോലെ എന്തും ആവണം, ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ആ ലൈറ്റ് വെറുതെ അങ്ങ് ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോയാൽ പോരാ, അതൊരു പ്രത്യേക ആംഗിൾ ഉണ്ട്. ആ ആംഗിളിൻ്റെ പ്രത്യേകത നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളവിടെ സൈഡിൽ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ അടിയിൽ എഴുതി വെക്കുക, 2 conditions ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ടു ടേക്സ് പ്ലേസ്. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. എന്നാലും ഇത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസിലൂടെയും കുറച്ച് വീഡിയോയിലൂടെയും കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും the real beauty of physics and total internal reflection. അപ്പോൾ 2 കണ്ടീഷൻ എഴുതി വെക്കുക, 2 conditions ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ടു ടേക്ക് പ്ലേസ്. ഒന്ന്, ലൈറ്റ് ഷുഡ് ട്രാവൽ ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. അതാണ് ഒരു കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ എന്താണ്? ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദി ഡെൻസർ മീഡിയം മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാൻ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യണം. പോരാ, അതെന്ത് ചെയ്യണം? അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം. എന്നാലേ ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനെ കുറിച്ച് ഇപ്പോഴും ഫെയ്ഡായിട്ട് മാത്രം മനസ്സിലായവർ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഫോട്ടോ കണ്ടോ? ഇതിനകത്ത് ഒരു അത്ലറ്റ് സ്വിം ചെയ്യാണ്. എന്നാൽ നോക്കൂ, മുകൾ ഭാഗത്ത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വാട്ടറാണ്. അപ്പോൾ ഇവിടെ ഈ അത്ലറ്റിൻ്റെ ഒരു ഇമേജ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അത്ര ക്ലിയർ അല്ലെങ്കിലും നിങ്ങൾക്ക് കാണാം ഇയാളുടെ ഒരു ഇമേജാണ് ഇതെന്നല്ലേ. എന്നാൽ ഇവിടെ കുറച്ചുകൂടി ക്ലിയർ ആണ്. നോക്കൂ, ഒരു ആൾ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കിടക്കുകയാണ്. പക്ഷെ നോക്കൂ, അയാളെ മേലെയുള്ള ഈ ഒരു ഭാഗത്ത് എന്താ നിങ്ങൾ കാണുന്നത്? അയാളുടെ ഒരു തല കുത്തനെയുള്ള ഒരു ഇമേജ് കാണണം അല്ലേ. അതുപോലെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിഭാഗത്ത് ഉള്ള ടൈൽസൊക്കെ മുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വാട്ടർ ശരിക്കും നിങ്ങൾക്ക് എന്താ കാണിച്ചു തരണ്ടേ? എന്താണോ ഈ വാട്ടറിൻ്റെ മുകൾ ഭാഗത്തുള്ളത്, പുറത്തുള്ളത്, ഔട്ട്സൈഡുള്ളതല്ലേ കാണേണ്ടത്. പക്ഷേ അതിന് പകരം നമ്മൾ ഇയാളെ തന്നെ കാണുന്നു, അല്ലെങ്കിൽ ഈ അത്ലറ്റിനെ തന്നെ കാണുന്നു. അതുപോലെ ഈ 2 ഫോട്ടോയിലും നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ടാവും. നോക്കൂ, ഈ ഒരു ആൾ ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഡൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതേപോലെ കണ്ണാടിയിലെന്ന പോലെ മേൽഭാഗത്ത് ഇയാളുടെ ഒരു ഇമേജ് കണ്ടാവും. അപ്പം മുകളിൽ വെള്ളമാണ്, പക്ഷേ ആ വെള്ളം കാണുന്നതിന് പകരം നമ്മൾ ഈ അടിഭാഗത്തുള്ള എല്ലാം മേളിൽ കാണുന്നത് ലൈക്ക് മിറർ. അതുപോലെ നോക്കൂ, ഈ നമ്മൾ 7th വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത റിഫ്രാക്ഷൻ്റെ ആ കാര്യം ഇതൊന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നത്. നോക്കൂ, ഈ ഫിഷ് അതിൻ്റെ ഇമേജ് മുകളിൽ കാണുന്നുണ്ടോ? ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വെള്ളത്തിൻ്റെ മേലെ ഈ ഫിഷിൻ്റെ ഇമേജ് കാണുന്നു. പോരാത്തതിന് ഇയാൾ കൈ ഇവിടെ വെച്ചിട്ട് പോലും ആ കൈ കാണുന്നില്ല. പകരം നമ്മൾ ഇതിൻ്റെ അടിഭാഗത്തുള്ളതാണ്. അല്ലെങ്കിൽ
ഈ അക്വേറിയത്തിൻ്റെ അകത്തുള്ളത് തന്നെയാണ് കാണുന്നത്. എന്താണ് കാരണമെന്ന് ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. ഇത് എൻ്റെ വീട്ടിലെ അക്വേറിയമാണ്, ഒന്ന് കണ്ടു നോക്കൂ. ഈ ഫിഷിനെ നോക്കൂ, ഈ ഫിഷിൻ്റെ ഒരു ക്ലിയർ ഇമേജ് നേരെ ആ വെള്ളത്തിൻ്റെ മേലെ കാണുന്നത് കണ്ടോ? ഇതിനും കാരണം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. ഇനി രസകരമായ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇത് കാണുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവും. ലേസർ ലൈറ്റാണ് ഈ കാണുന്നത്. അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ആ ലെവല് ഓരോ ലേസർ ലൈറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം ബ്യൂട്ടിഫുള്ളി കറക്റ്റ് ആ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാം. ഇനി ഈ ആംഗിൾ ഒന്ന് മാറ്റി നോക്കാം. അങ്ങനെ ആംഗിൾ മാറ്റുമ്പോൾ എന്താ കാണുന്നത് നോക്കൂ. കണ്ടോ, ഒരു പ്രത്യേക ആംഗിൾ എത്തിക്കഴിയുമ്പോൾ ആ ബ്ലൂ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്റ്റായി റെഡായി, അതുപോലെ ബാക്കി എല്ലാം നമ്മൾ ആംഗിൾ ഇങ്ങനെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുന്നതനുസരിച്ച് എല്ലാ ലൈറ്റ് റേയും അതേ ഡെൻസർ മീഡിയത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കണ്ടോ. ഇതാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അത് റിവേഴ്സ് ഓർഡറിൽ കണ്ടാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം. ഡെറിവേഷന് വേണ്ടിയിട്ട് നമുക്കൊരു ഡയഗ്രാം വേണം. അപ്പോൾ നമുക്കൊരു റിയാലിറ്റി ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അക്വേറിയം തന്നെ എടുക്കാം. അതിനകത്ത് ഇത്രയും ഭാഗത്താണ് വെള്ളമുള്ളത്. അതിനകത്തൊരു ഫിഷ് ഉണ്ടെന്ന് കരുതുക. ഇനി നമുക്കൊരു റെഫറൻസ് ലൈൻ ഇവിടെ ഒന്ന് ഇമാജിൻ ചെയ്യാം, കറക്റ്റ് ആംഗിളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ലൈറ്റ് ഇങ്ങനെ ഒരു ലൈറ്റ് റേ പോവുകയാണെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കില്ല നമുക്കറിയാം. അത് നേരെ ഇതേപോലെ അങ്ങ് പോവുക ചെയ്യുക അല്ലേ. എന്നാൽ വേറൊരു ലൈറ്റ് റേ എടുത്തു, കുറച്ച് ചരിഞ്ഞിട്ട് അതേ ഫിഷിൻ്റെ അടുത്തുനിന്ന് ഇവിടെ നോർമൽ വരച്ചു. ഡെൻസറിന് റെയറിലേക്ക് പോകുമ്പം ചെറിയ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇതിനെ നമുക്ക് I1 എന്ന് വിളിക്കാം. അപ്പോൾ ചെറിയ ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി വേറൊരു ലൈറ്റ് റേ എടുത്താലോ, കുറച്ചും കൂടി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ കൂടിയിരിക്കുന്നത് കാണാം. അപ്പോൾ കുറച്ചും കൂടി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നിങ്ങൾക്ക് കൂടും അല്ലേ. അപ്പോൾ ഇവിടെ ആ ഒരു ബെൻഡിങ് ശ്രദ്ധിക്കുക. ഇതിന് ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ അത് പോട്ടെ, നമുക്ക് വേറെ കുറച്ചും കൂടി ചരിഞ്ഞ് വീണ ലൈറ്റ് നോക്കാം. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ കുറച്ചും കൂടി കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇത് കുറച്ചും കൂടി കൂടും. ഇനിയും കുറച്ചും കൂടി ബെൻഡ് ചെയ്ത ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുന്നത് കാണാം. ഇനി നമുക്ക് ഈ ഒരു റേ നോക്കുക. ഞാൻ റെഡ് കളറിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ലൈറ്റ് റേ എന്ത് സംഭവിക്കും നോക്കൂ. ഈ ആംഗിളിനെ നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കാം. ആ സമയത്ത് ലൈറ്റ് എന്താ ചെയ്യണം നോക്കൂ. ഈ ഇൻ്റർഫേസിലൂടെ, ഈ മീഡിയത്തിനും ഈ മീഡിയത്തിനും ഇടയിലുള്ള ഇൻ്റർഫേസിലൂടെ ഇങ്ങനെ അങ്ങ് പോകുന്നത് കാണാം അല്ലേ. അടുത്ത ആംഗിൾ ഓഫ് കുറച്ചും കൂടി ആംഗിൾ കൂടി നമ്മൾ ലൈറ്റ് റേ വരച്ചാൽ എന്താ സംഭവിക്കുക. ഇപ്പം തന്നെ നിങ്ങളത് ഗസ് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് സംഭവിക്കുന്നത് ടോട്ടലി ഇൻറ്റേർണൽ റിഫ്ലക്റ്റായി ഈ ലൈറ്റ് റേ മുഴുവൻ. അപ്പോൾ ഇങ്ങനെ പോയ ലൈറ്റ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ, അപ്പോൾ ഈ ആംഗിളിൻ്റെ പ്രത്യേകത ഇവിടെ I എന്താണ്, ഗ്രേറ്റർ ദാൻ IC ആണ്. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിട്ട് ലൈറ്റ് ബെൻഡ് ചെയ്തപ്പോൾ, അവിടെ ബെൻഡ് ചെയ്തല്ല, അങ്ങനെ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വന്ന് വീണപ്പം മൊത്തം ലൈറ്റും ഈ ഡെൻസർ മീഡിയത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് വിളിച്ചത്. ഇപ്പം നിങ്ങൾ വരച്ച ഡയഗ്രാം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന് ചെറിയ ഒരു കറക്ഷൻ കൊടുക്കുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ആരോ മാർക്ക് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഈ ആരോ മാർക്കുകളൊക്കെ വരച്ച് വെക്കുക. ഇതാണ് നമ്മളുടെ ഫൈനൽ ഡയഗ്രാം ഉണ്ടാവുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ റെഡ് കളർ കണ്ടോ, റെഡ് കളറിൻ്റെ പ്രത്യേകം എന്താണ്, റെഡ് കളറിലുള്ള ലൈറ്റ് റേ വീണിരിക്കുന്നത് ക്രിട്ടിക്കൽ ആംഗിളാണ്. അതായത് ഈ ആംഗിൾ നിങ്ങളവിടെ അടയാളപ്പെടുത്തുക IC. ആ സമയത്ത് വാട്ട് ഇസ് ദിസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് IC ആയപ്പോൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ ആയപ്പോൾ
എന്ത് സംഭവിച്ചു? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ ഇവിടെ എത്ര കിട്ടി? 90 ഡിഗ്രി കിട്ടി. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ ആംഗിളിനൊരു ഡെഫിനിഷൻ എഴുതാം. എല്ലാവരും എഴുതി വെച്ചോളൂ. ഈ ഒരു ഡയഗ്രാം വരച്ചതിന് ശേഷം അടിയിൽ എഴുതി വെക്കുക ക്രിട്ടിക്കൽ ആംഗിൾ. എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് എഴുതി വെച്ചോളൂ. ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ഡെൻസർ മീഡിയം അറ്റ് വിച്ച് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് 90 ഡിഗ്രി. ഒന്നുകൂടി പറയാം. വാട്ട് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടതാണ് ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ഡെൻസർ മീഡിയം അറ്റ് വിച്ച് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് 90 ഡിഗ്രി. വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് എന്താ സംഭവിക്കാൻ നോക്കുക. അതായത് ഇങ്ങനെയുള്ള ലൈറ്റ് ഈ ഫിഷിൻ്റെ മേലിൽ നിന്ന് വന്ന് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ വീണു. അപ്പോൾ മൊത്തം ലൈറ്റ് റേസും ഇങ്ങനെ സംഭവിച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് ഒരാൾ നോക്കുകയാണെങ്കിൽ എന്താ തോന്നുക? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണല്ലേ, ഒരാൾക്ക് ഈ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നത് പോലെ തോന്നുള്ളൂ. അപ്പോൾ ഇയാൾക്ക് തോന്നുന്നത് എന്താ? ഈ ലൈറ്റ് ഇവിടുന്ന് വരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഈ ഫിഷിൻ്റെ മേലിൽ നിന്ന് വന്ന ലൈറ്റ് ഇവിടുന്ന് വരും പോലെ തോന്നിയാൽ നമുക്ക് ഈ ഫിഷിനെ ഇവിടെ കാണാം. ഇതാണ് നമ്മൾ നേരത്തെ കുറച്ച് ഫോട്ടോസിൽ കണ്ടത് അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഡെഫിനിഷൻ എഴുതിയതിൻ്റെ അടിയിൽ എഴുതി വെക്കുക അറ്റ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇതായിരുന്നല്ലോ ക്രിട്ടിക്കൽ ആംഗിളിൽ ലൈറ്റ് വീണപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലേ. അതായത് ഇത് ക്രിട്ടിക്കൽ ആംഗിളാണ് IC. ആ സമയത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയായിരുന്നു? 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം ക്രിട്ടിക്കൽ ആംഗിളിൽ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ബൈ സ്നെൽസ് ലോ അപ്പോൾ നമുക്ക് രണ്ട് മീഡിയം എടുക്കണം അല്ലേ. ഇവിടെ എയർ ആണ്. എയറിനെ നമുക്ക് 1 എന്ന് വിളിക്കാം, വാട്ടറിനെ നമുക്ക് 2 എന്ന് വിളിച്ചാൽ വാട്ട് ഈസ് സ്നെൽസ് ലോ? N21 ഇസ് ഈക്വൽ ടു ഏത് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ കാണുന്നത് ആ മീഡിയത്തിൽ ആംഗിൾ എടുക്കരുത് അല്ലേ. അപ്പം N21 നമ്മൾ ഇതിൻ്റെതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ ആദ്യം എടുക്കരുത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സൈൻ R അല്ലേ. അപ്പോൾ സൈൻ ആറിന് പകരം ഇവിടെ 90 ആണത്. അപ്പോൾ സൈൻ 90 ബൈ സൈൻ IC. അപ്പോൾ നമുക്ക് എഴുതി വെക്കാം N21 ഇസ് ഈക്വൽ ടു സൈൻ 90 എത്രയാ? 1 ബൈ സൈൻ IC. അപ്പോൾ ഈ ICനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക, N21 അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്താ കിട്ടുക? സൈൻ IC ഇസ് ഈക്വൽ ടു 1 ബൈ N21. അപ്പോൾ IC എങ്ങനെ കണ്ടുപിടിക്കും? ക്രിട്ടിക്കൽ ആംഗിൾ കിട്ടും സൈൻ ഇൻവേഴ്സ് 1 ബൈ N21. വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണിത്. ക്രിട്ടിക്കൽ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സൈൻ ഇൻവേഴ്സ് 1 ബൈ N21. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ. നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ IC is equal to സൈൻ ഇൻവേഴ്സ് 1 ബൈ N21 അല്ലേ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? സൈൻ ഇൻവേഴ്സ് 1 ബൈ വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ? 1.33. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സൈൻ ഇൻവേഴ്സ് 1 ബൈ 1.33 എന്ന് പറഞ്ഞാൽ 0.75 ആണ്. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ കിട്ടും 48.59 അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 48.6 ഡിഗ്രി. ഒരു പ്രോബ്ലം എഴുതിയെടുത്തോളൂ. A small bulb is placed at the bottom of a tank containing water to a depth of 80 cm. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ലെവൽ, ആ ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ 80 cm ആണ്. അതായത് റിയൽ ഡെപ്ത്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സർഫസ് ഓഫ് വാട്ടർ ത്രൂ വിച്ച് ലൈറ്റ് ഫ്രം ദ ബൾബ് ക്യാൻ എമേർജ് ഔട്ട്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇസ് 1.33. കൺസിഡർ ദ ബൾബ് ടു ബി എ പോയിന്റ് സോഴ്സ്. അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ്. അതിനുവേണ്ടി നമുക്ക് ഒരു ഡയഗ്രാം വേണം. ഈ ടാങ്ക് ഇതാണ്. ഈ ടാങ്കിലാണ് ഞാനിവിടെ ഇത്രയും ഹൈറ്റിലാണ് വെള്ളം. 80 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 0.8 മീറ്റർ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് നോക്കൂ. ഇവിടെ 90 ഡിഗ്രിയാണ് ഈ ലൈറ്റ്. നമുക്കറിയാം ലൈറ്റ് ഇങ്ങനെ ചരിഞ്ഞ് പോകുമ്പോൾ ഈ ബൾബിൽ നിന്നുള്ള ഒരു പ്രത്യേക ചരിവിൽ ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾ കിട്ടും. ക്രിട്ടിക്കൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലൈറ്റിനെ പുറത്ത് വരില്ല. അപ്പോൾ നമ്മൾ കാണുന്ന, നമ്മളെ കണ്ണിലെത്തുന്നത് ഇതിനിടയിലുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് ചുറ്റുവട്ടത്തുനിന്നും ഈ വാട്ടർ സർഫസിന് ചുറ്റുവട്ടത്തുനിന്നും നമുക്ക് എന്ത് കിട്ടും? ലൈറ്റ് കിട്ടും. അപ്പോൾ നമുക്കത് എന്ത് കാണാം? ഈ ബൾബ്
ഇങ്ങനെ വട്ടത്തിൽ ഒരു സർക്കുലാർ ഡിസ്ക് പോലെ ഒരു ലൈറ്റ് നമുക്ക് ഈ വെള്ളത്തിൻ്റെ മേലെ കാണാം. ഇനി അതിലധികം ലൈറ്റ് പോയാൽ എല്ലാം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കൊണ്ട് എന്ത് ചെയ്യും, തിരിച്ചു പോരും. അപ്പോൾ ശരിക്കും നമ്മൾ കിട്ടിയിരിക്കുന്ന ഇവിടെ ആംഗിൾ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിളാണ് ഈ ഐ സി. അപ്പോൾ ഇത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ഈ ആംഗിളും ഐ സി തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.33 ആണെന്ന്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ക്രിട്ടിക്കൽ ആംഗിൾ ഐ സി ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/1.33 ആണെന്നല്ലേ? അപ്പോൾ തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയതാണ്, എന്നാലും ചെയ്തോളൂ. ഐ സി നമുക്ക് കിട്ടും 48.6 ഡിഗ്രി അല്ലേ? ഇനി ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കൂ, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കാണുന്നുണ്ടോ നോക്കൂ. ഇതാ ഇവിടുന്ന് BOC എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്നും നമുക്ക് എഴുതാം, അതായത് ഫ്രം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ BOC വാട്ട് ഇസ് ടാൻ ഐ സി? ടാൻ ഐ സി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആയ OC ബൈ അഡ്ജസൻറ്റ് സൈഡ് ആയിട്ടുള്ള OB ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടാൻ 48.6 അല്ലേ? അത് OC നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം നമുക്ക് വട്ടത്തിലുള്ള ഒരു ഡിസ്കാണ് കിട്ടിയത്, അതിൻ്റെ ഏരിയയാണ് കാണേണ്ടത്. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? πr² ആണ്. അപ്പോൾ നമുക്ക് 6 വേണ്ടേ? 6 ആണ് ഇവിടുത്തെ OC. അപ്പോൾ OC ബൈ OB നമുക്കറിയാം എത്രയാ? 80 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 80 × 10⁻². അപ്പോൾ OC എന്ത് കിട്ടും? OC ഈസ് ഈക്വൽ ടു 80 × 10⁻² എന്ന് പറഞ്ഞാൽ 0.8 ആണ് കേട്ടോ. അപ്പോൾ 80 × 10⁻² ടാൻ ഐ സി. ടാൻ ഐ സി എത്രയാ? 48.6 ഓൾറെഡി നമുക്കറിയാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് OC കിട്ടും 0.91 മീറ്റർ. അപ്പോൾ നമുക്ക് ഇതല്ലല്ലോ കാണേണ്ടത് അല്ലേ? നമുക്ക് ഏരിയ ആണ് കാണേണ്ടത്. ഏരിയ A ഈസ് ഈക്വൽ ടു πr² ആണ്. 3.14 × 0.91² അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് കിട്ടും 2.61 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എൻട്രൻസിനും ബോർഡ് എക്സാമിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ രസകരമായിട്ടുള്ള ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ നിർത്താണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ഒന്നും കൂടി 1-2 പ്രാവശ്യം ചെയ്തു നോക്കുക. സ്ഫെറിക്കൽ ലെൻസുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.